നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര, മകരക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതുപോലെ തന്നെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. മോശഫലങ്ങളെ മനസ്സിലാക്കുവാൻ ആഗ്രഹമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല. അപ്പം മകരക്കൂറുകാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ 17-ാം തീയതി വരെ സൂര്യൻ 8-ലാണ്, അതിനുശേഷം 9-ലേക്ക് വരും. 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഫലങ്ങൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 17-ാം തീയതി വരെ സൂര്യൻ 8-ൽ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലേക്ക് സൂര്യൻ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. വിചാരിക്കാതെ തന്നെ പലവിധ വ്യാധികൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലും ആ നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. നമ്മളെല്ലാവർക്കും നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ, നല്ല ഫലങ്ങൾ വന്നു ചേരുവാനായിട്ടാണ് ആഗ്രഹം. അപ്പോൾ 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷര മന്ത്രമൊക്കെ ജപിക്കുക. മകരക്കൂറുകാർക്ക് 6-ലാണ് ചൊവ്വ. 6-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കാം. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഒരു കാലയളവ്. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 5-ാം തീയതി വരെ 7-ലാണ്, അതിനുശേഷം 23-ാം തീയതി വരെ 8-ലേക്ക് വരും. 23-ാം തീയതിക്ക് ശേഷം 9-ലേക്ക് വരും. 8-ൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 5-ാം തീയതിക്കും 23-ാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവ് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 5-ാം തീയതി വരെ 7-ൽ നിൽക്കുമ്പോൾ ബുധനെ കൊണ്ട് കലഹം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നല്ല വാക്കുകൾ സംസാരിക്കുക. 8-ലേക്ക് വരുമ്പോൾ കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക, കർമ്മസിദ്ധി വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക, സന്താന ഗുണം വന്നു ചേരുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 5-ാം തീയതിക്കും 23-ാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക, ഉന്നത വിജയം വന്നു ചേരുക. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. 9-ലേക്ക് വരുമ്പോൾ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈശ്വരാധീനമുള്ള കാലയളവാണ്. വ്യാഴം 5-ലാണ് മകരക്കൂറുകാർക്ക്. എല്ലാം ലാഭമാണ് പറയുന്നത്. ധനലാഭം ഉണ്ടാവുക, ഗൃഹലാഭം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, പുത്രലാഭം ഉണ്ടാവുക. സന്താന ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുന്നൊരു കാലയളവാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുക. സ്വന്തമായിട്ട് ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ, അവർക്ക് സ്വന്തമായിട്ട് ഗൃഹമൊക്കെ വന്നു ചേരും. അതായത് മറ്റു പല ഗ്രഹങ്ങൾ എത്ര മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഈ വ്യാഴം 5-ൽ നിൽക്കുന്നത് ഒരു ഈശ്വരാധീനമുള്ള കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. പ്രായോനുകൂല സകലാശ്ച ദേവാഹനാണ്. പ്രായോനുകൂല എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവുന്ന പറയുക വ്യാഴം അനുകൂലമായിട്ടുള്ള സ്ഥാനത്ത് നിന്നാൽ. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ശുക്രൻ നിൽക്കുന്നത് 19-ാം തീയതി വരെ. അതിനുശേഷം 10-ലേക്ക് വരും. 9-ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് വിചാരിക്കുന്നതായിട്ടുള്ള പലവിധ ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ചെയ്യുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. 19-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുന്നത് അത്ര നല്ല ഫലമല്ല. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. പല ഗ്രഹങ്ങളെ കൊണ്ടും ഈ ഫലത്തെ സൂചിപ്പിച്ചു. സൂര്യനെ കൊണ്ട് സൂചിപ്പിച്ചു, ബുധനെ കൊണ്ട് സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഫലത്തിന് കലഹം ഉണ്ടാവാനും അപമാനം ഉണ്ടാവാനായിട്ടുള്ള മോശമായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 19-ാം തീയതിക്ക് ശേഷം ആണ് 10-ലേക്ക് വരുന്നത് ശുക്രൻ. അപ്പോഴാണ് ഈ മോശഫലങ്ങളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, ഈ മോശഫലങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്.
ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 2ാം ഭാവത്തിലാണ് ശനി. ധനത്തിന് ചിലവ് വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ധനത്തിന് വരവ് കുറയുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. എത്ര അധ്വാനിച്ചാൽ പോലും അതിനനുസരിച്ച് ധനം വന്നു ചേരാത്ത കാലയളവ്. നമ്മളുടെ ശരീരത്തിന് തന്നെ പൊതുവെ ഒരു സുഖക്കുറവ് വന്നു ചേരുക, ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ, നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഇല്ലാതാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.